മലയാള സിനിമാ പ്രേമികളുടെ ഇഷ്ടനടനാണ് ടൊവിനോ തോമസ്. മോഡലിംഗിൽ നിന്ന് സിനിമയിലെത്തിയ താരം ഇപ്പോൾ മലയാള സിനിമയിലെ മുൻനിര യുവനടന്മാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുകയാണ്. പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ടൊവിനോ പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ആദ്യം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ABCDയിലെ വില്ലൻ വേഷം ടൊവിനോയ്ക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ സാധിച്ചു. എല്ലാ റോളുകളും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് ഇന്ന് ടൊവിനോ മാറിക്കഴിഞ്ഞു. മിന്നൽ മുരളിയിലെ പ്രകടനത്തിലൂടെ താരത്തിന് മറ്റൊരു നായക പദവി തന്നെയാണ് മലയാള സിനിമയിൽ നേടിക്കൊടുക്കാൻ കഴിഞ്ഞത്. ഒരു നടനെന്നതിലുപരി സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ മറ്റു നടന്മാരെ പോലെ ടൊവിനോ മടിച്ചു നിൽക്കാറില്ല. ഇപ്പോൾ സിനിമയിലേക്ക് വന്നിട്ട് 10 വർഷം പിന്നിടുമ്പോൾ താരം തമിഴിലേക്കും കാലെടുത്തു വയ്ക്കുകയുണ്ടായി. 2014 ആയിരുന്നു ടൊവിനോയും ലിഡിയയുമായുള്ള വിവാഹം നടക്കുന്നത്. ലിഡിയയുമായുള്ള വിവാഹം പ്രണയവിവാഹമായിരുന്നു. ഇസ, തഹാൻ എന്നീ 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. സോഷ്യൽ മീഡിയയിൽ ടൊവിനോ കുടുംബവുമൊത്തുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ ടൊവിനോയുടെ കുടുംബത്തിൽ നിന്നും ഒരു ദുഃഖവാർത്തയാണ് ടൊവിനോയുടെ ചേട്ടനായ ടിങ്സ്റ്റൺ തോമസ് പങ്കുവച്ചിരിക്കുന്നത്. ടൊവിനോയുടെ ഭാര്യ ലിഡിയയുടെ അച്ഛൻ വിൻസെൻ്റ് ജോസഫ് മരിച്ച വാർത്തയാണ് വന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അനന്തപുരിയിലെ റിട്ടയേർഡ് അധ്യാപകനായിരുന്നു അദ്ദേഹം. സംസ്കാരം വെള്ളിയാഴ്ച 4 മണിക്ക് ഇരിങ്ങാലക്കുടയിലെ സെൻറ് ജോസഫ് കത്തീഡ്രലിൽ വച്ചാണ് നടക്കുക. ലിഡിയയെ കൂടാതെ ജോസിൻ എന്നൊരു മകൾ കൂടിയുണ്ട് ഇദ്ദേഹത്തിന്.